നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ശകുനങ്ങൾ നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് സൂചനകൾ നൽകുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ വീടിന് മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിലോ ചില പക്ഷികൾ വരുന്നതും ചില മൃഗങ്ങൾ വരുന്നതും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഇവയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമോ മോശം സംഭവിക്കുമോ എന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വീടിനുള്ളിലോ വീടിനു മുന്നിലോ കാക്കകൾ, നായ്ക്കൾ, പശുക്കൾ, പ്രാവുകൾ, വവ്വാലുകൾ, ചിത്രശലഭങ്ങൾ, തവളകൾ തുടങ്ങിയ ജീവികൾ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിലരുടെ വീടുകൾക്ക് മുന്നിൽ ഇടയ്ക്കിടെ പശു വന്നു നിൽക്കും. അങ്ങനെ ഏത് വീടിൻ മുന്നിലാണോ ഗോമാതാവ് വന്നു നിൽക്കുന്നത് അവർക്ക് വരും ദിവസങ്ങളിൽ ഭാഗ്യം ലഭിക്കുമെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. കാരണം പശുവിൽ എല്ലാ ദേവതകളും ഉണ്ടാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. പശുവിന്റെ ഓരോ ഭാഗത്തും ഓരോ ദേവത വസിക്കുന്നതിനാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പശു വന്നാൽ എല്ലാ ദേവതകളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിന്നതിന് തുല്യമാണ്. അതിനാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പശു വന്ന് നിന്നാൽ ഉടൻ തന്നെ ആ പശുവിന് എന്തെങ്കിലും ഭക്ഷണം നൽകുക. ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് കറുത്ത ഉറുമ്പുകൾ വരാൻ തുടങ്ങിയാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നും കൂടുതൽ പണം ലഭിക്കുന്നതിനുള്ള സൂചനയാണെന്നും അർത്ഥം. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ കറുത്ത ഉറുമ്പുകളെ കണ്ടാൽ അവയ്ക്ക് പഞ്ചസാര നൽകുന്നത് വളരെ നല്ലതാണ്. എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ചുവന്ന ഉറുമ്പുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. കറുത്ത ഉറുമ്പുകൾ മാത്രമേ നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരൂ. അതുപോലെ ഏതെങ്കിലും ഒരു പക്ഷി വന്ന് നിങ്ങളുടെ വീടിനടുത്ത് കൂട് കെട്ടിയാൽ അത് വളരെ ശുഭകരമായ ശകുനമായി കണക്കാക്കപ്പെടുന്നു. പക്ഷി കൂട് കെട്ടിയ വീട്ടിൽ ധാരാളം പണമുണ്ടാകും. പക്ഷികളുടെ കൂട് നിങ്ങളുടെ വീടിനടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിർഭാഗ്യവും ഭാഗ്യമായി മാറുമെന്ന് പറയപ്പെടുന്നു. വവ്വാലുകൾ വീടിനുള്ളിൽ വന്നാൽ അത് ഒരു ദുശകുനമാണെന്ന് ജ്യോതിഷികൾ പറയുന്നു. അതിനാൽ വവ്വാലുകൾ വീടിനുള്ളിൽ വരാതെ ശ്രദ്ധിക്കണം. ഒരുപക്ഷേ അബദ്ധത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വവ്വാലുകൾ വന്നാൽ ഒരു സാഹചര്യത്തിലും അവയെ കൊല്ലരുത്. അവയെ പുറത്താക്കണം. ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വവ്വാൽ വന്നാൽ നിങ്ങളുടെ വീട് മുഴുവൻ മഞ്ഞൾ വെള്ളം തളിച്ച് വീട് മുഴുവനും വൃത്തിയാക്കണം. അങ്ങനെ ചെയ്താൽ വവ്വാൽ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങും. കൂടാതെ പലരുടെയും വീടുകളിലേക്ക് പ്രാവുകളും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വീടിൻ മുന്നിൽ പ്രാവുകൾ പതിവായി വരികയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ വരവിന്റെ ഒരു ശകുനമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം പ്രാവുകളെ ലക്ഷ്മി ദേവിയുടെ ഭക്തയായി കണക്കാക്കുന്നതിനാൽ നിങ്ങളുടെ വീടിൻ മുന്നിൽ പ്രാവുകൾ വന്നാൽ അവയ്ക്ക് ഭക്ഷണം നൽകുക. അങ്ങനെ ഭക്ഷണം നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീടിന്മേൽ ഉണ്ടാകും. അതുപോലെ വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. നിങ്ങളുടെ ജാതകത്തിലുള്ള വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ശക്തിപ്പെടുകയും നിങ്ങളുടെ വീട്ടിൽ നല്ല ഊർജ്ജം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീടിനടുത്ത് കുരുവികൾ വന്ന് കൂട് കൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇരട്ടി സമ്പത്ത് വരുമെന്നാണ് അർത്ഥം. വീടിനുള്ളിൽ കുരുവികൾ വന്നാൽ അത് ലക്ഷ്മി ദേവിയുടെ വരവിന്റെ ഒരു ശകുനമാണ്. നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നേടും. വീടിനടുത്ത് വരുന്ന പക്ഷികൾക്ക് അരിധാന്യങ്ങൾ ഇട്ടാൽ വലിയ പുണ്യം ലഭിക്കുമെന്ന് ജ്യോതിഷ പണ്ഡിതൻ പറയുന്നു. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു മൂങ്ങയെ കണ്ടാൽ നിങ്ങൾ ഉടൻ ധനികനാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത്. മൂങ്ങയെ കണ്ടാൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു ശുഭശകുനമാണ്. ഓരോ ദിവസവും നിങ്ങളുടെ വീടിൻ മുന്നിൽ ഒരു കാക്ക കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരുമെന്ന് അർത്ഥം. എന്നാൽ ഒരു കാക്ക കരഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ പല കാക്കകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരേ സമയം കരഞ്ഞാൽ അത് അശുഭമാണെന്ന് പണ്ഡിതൻ പറയുന്നു.
നമ്മൾ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ വലത് ഭാഗത്ത് നിന്ന് ഒരു കാക്ക പോയാൽ നിങ്ങൾ പോകുന്ന കാര്യത്തിൽ തീർച്ചയായും വിജയിക്കുമെന്ന് അർത്ഥം. മരിച്ച നമ്മുടെ പൂർവികർ കാക്കയുടെ രൂപത്തിൽ ചുറ്റിത്തിരിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു കാക്ക വന്ന് കരഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാകുമെന്നത് ഒരു ശകുനമാണ്. അതിരാവിലെ സൂര്യോദയ സമയത്ത് നിങ്ങളുടെ വീടിനടുത്ത് ഒരു കാക്ക വന്ന് കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദൈവങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെന്നത് ഒരു ശകുനമാണ്. ഒരു കാക്ക നിങ്ങളുടെ തലയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് എന്തോ മോശം സംഭവിക്കുമെന്നത് ഒരു ശകുനമാണ്. അതിനാൽ കാക്ക തലയിൽ ഇരുന്നയുടൻ തല കുളിച്ച് നിങ്ങൾക്ക് ഒന്നും വരാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിഷ്ണു പുരാണമനുസരിച്ച് കാക്കകളെ നിങ്ങളുടെ പൂർവികരായി കണക്കാക്കുന്നു. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന കാക്കകൾക്ക് ദിവസവും ഭക്ഷണം നൽകിയാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവ നീങ്ങിപ്പോകും. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യമായി കണക്കാക്കണം. അതേസമയം വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. പുരുഷന്മാർക്ക് വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ ഭാഗ്യം വരും. ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ നിർഭാഗ്യം എന്ന് പറയാം. അതിനാൽ ഞങ്ങൾക്ക് ഇടത് കണ്ണ്. സ്ത്രീകൾക്ക് വലത് കണ്ണ് തുടിച്ചയുടൻ ഏതെങ്കിലും ഒരു സ്വർണം എടുത്ത് തുടിച്ച സ്ഥലത്ത് വെക്കണം. അതിനുശേഷം അല്പം പഞ്ചസാര കഴിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏതൊരു ആപത്തും നീങ്ങിപ്പോകും. അതുപോലെ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ തേങ്ങയിൽ പൂവ് വന്നാൽ അത് ഭാഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കണം. ഒരുപക്ഷേ തേങ്ങ അഴുകിപ്പോയാൽ അതിനെ ഒരു ദുശകുനമായി കണക്കാക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഴുകിയ തേങ്ങ എടുത്തു മാറ്റി മറ്റൊരു തേങ്ങ ഉടച്ചാൽ ഒരു ദോഷവും ഉണ്ടാകില്ല. ചില സമയങ്ങളിൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നായ്ക്കൾ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മുതിർന്നവർ ഇതിനെ ഒരു ദുശകുനമായി കണക്കാക്കും. തെരുവുകളിൽ നായ്ക്കൾ കരയുന്നത് പോലെ ഉണ്ടെങ്കിൽ അത് ദുശകുനമാണ്. അത് മോശം ശകുനമാണെന്ന് മുതിർന്നവർ പറയുന്നു. നമ്മുടെ വീടിനു പുറത്ത് നായ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. നായ്ക്കളുടെ കരച്ചിൽ പണനഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വീടിനു ചുറ്റും ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ നായ്ക്കൾ അത് കണ്ടുപിടിച്ച് കുരയ്ക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീടിന് മുന്നിലോ നിങ്ങളുടെ വീടിന് അടുത്തോ നായ കരഞ്ഞാൽ ഓം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ ഉണർന്നയുടൻ ആദ്യം നിങ്ങളുടെ ഉള്ളം കൈകൾ നോക്കി ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കും. പല്ലി ദേഹത്ത് വീണാൽ നമ്മൾ അതിനെ അശുഭകരമായി കണക്കാക്കും. എന്നാൽ പല്ലിക്ക് ശുഭകരമായ ശകുനങ്ങളുമുണ്ട്. നിങ്ങളുടെ വലത് കൈയിൽ പല്ലി വീണാൽ നിങ്ങൾ ഉടൻ ധനികനാകാൻ പോകുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ വീട്ടിൽ പല്ലികളെ കൂടുതലായി കണ്ടാൽ നിങ്ങളുടെ വീടിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നതിന്റെ സൂചനയാണ്. നിങ്ങളുടെ വീട്ടിലെ തുളസിച്ചെടി ഉണങ്ങിപ്പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വീടിനുള്ളിൽ ചിത്രശലഭങ്ങൾ വരുന്നത് വളരെ അപൂർവമാണ്. വീട്ടിൽ ചിത്രശലഭങ്ങൾ വന്നാൽ നിങ്ങളുടെ വീടിന് നല്ലത് സംഭവിക്കുമെന്നാണ് അർത്ഥം. ചിത്രശലഭങ്ങൾ വീട്ടിൽ വന്നാൽ അവയുടെ നിറങ്ങളെപ്പോലെ നമ്മുടെ ജീവിതവും വർണ്ണാഭമാകും. പലരും തവളകളെ കണ്ടാൽ ഭയന്ന് അസ്വസ്ഥരാകും. എന്നാൽ തവളകൾ ശുഭസൂചകമായി പറയപ്പെടുന്നു. ചില രാജ്യങ്ങളിൽ തവളകളെ സമ്പത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ തവള വന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. കാക്കയുടെ കൂട്ടിൽ നിന്ന് ഇത് മാത്രം കൊണ്ടുവരിക. വരൂ, മതി.
എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങൾ കോടീശ്വരന്മാരാകും. തലമുറ തലമുറയായി കുറയാത്ത സമ്പത്ത് വരും എന്ന് മുതിർന്നവർ പറയുന്നു. കാക്കയുടെ കൂട് വെച്ച് ആർക്ക് വേണമെങ്കിലും കോടീശ്വരന്മാരാകാം. ഒറ്റ രാത്രി കൊണ്ട് പണക്കാരായി മാറും. കാക്കയുടെ കൂട്ടിൽ വളരെ അത്ഭുതകരമായ വിചിത്രമായ വസ്തുക്കളുണ്ട്. അവയുടെ സഹായത്തോടെ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് അറിയാതെ തന്നെ പണക്കാരായി മാറാൻ കഴിയും. കാക്കയുടെ കൂടിനെക്കുറിച്ച് ആര് അറിഞ്ഞിരിക്കുന്നുവോ അവർ തീർച്ചയായും പണക്കാരായി മാറും, വളരെ ഭാഗ്യശാലികളായി മാറും. കാക്കകളെക്കുറിച്ച് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും പല കഥകളും കേട്ടിട്ടുണ്ട്. കാക്ക വളരെ ബുദ്ധിശാലിയായ പക്ഷിയാണ്. കാക്കയ്ക്കുള്ള അത്ഭുതകരമായ ശക്തികളെക്കുറിച്ച് വലിയ വലിയ ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. കാക്ക അതിന്റെ കൂട് മികച്ച രീതിയിൽ നിർമ്മിക്കുന്നു. കാക്കയുടെ കൂടിന് വലിയ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, കാക്ക ഏത് മരത്തിലാണോ കൂട് കെട്ടി താമസിക്കുകയും മുട്ടയിട്ട കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നത്, ആ മരം 6 മാസത്തിനുള്ളിൽ ഉണങ്ങിപ്പോകും. കാരണം ആ മരം ആ പ്രക്രിയയെ താങ്ങാൻ കഴിയില്ല. എന്നാൽ എപ്പോഴാണോ കൂട് കെട്ടുന്നത് അപ്പോൾ മുതൽ മരം ഉണങ്ങാൻ തുടങ്ങുകയും 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായി ഉണങ്ങിപ്പോകുകയും ചെയ്യും. അത് മാത്രമല്ല, കാക്ക എവിടെയാണോ മുട്ടയിടുന്നത് അവിടെ എല്ലാത്തരം നെഗറ്റീവ് ശക്തികളും വന്നുചേരും. കാക്ക കൂട് കെട്ടിയ മരത്തിനടുത്ത് അമിതമായ ശക്തികൾ ആകർഷിക്കപ്പെടും. കാക്കയുടെ കൂടിന് ആകർഷണ ശക്തിയുണ്ട്. എന്നാൽ ആ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ ഒരു സാധനം കൊണ്ടുവന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും. കാക്കയുടെ കൂട്ടിൽ നിന്ന് ഒരു സാധനം എടുത്താൽ വലിയ പണക്കാരാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാക്കയുടെ കൂട്ടിൽ നിന്ന് ഏത് സാധനം എടുത്താൽ പണക്കാരാകാം എന്ന് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകൂ. കാക്കയുടെ കൂട്ടിൽ പല രഹസ്യങ്ങളും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. കാക്കയുടെ കൂടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ പല മഹാന്മാരും വലിയ കോടീശ്വരന്മാരായി മാറി. കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ ഒരു സാധനം ശേഖരിച്ചാൽ ആ സാധനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ശേഷവും നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾക്കും ഈ സമ്പത്ത് കൊണ്ടുവരും. അങ്ങനെ തലമുറയായി നിങ്ങളുടെ കുടുംബം പണക്കാരായും മികച്ച നിലയിലും ഇരിക്കാൻ കഴിയും. അത്തരം ശക്തി കാക്കയുടെ കൂട്ടിൽ കിട്ടുന്ന ഈ സാധനത്തിനുണ്ട്. സാധനം എന്നാൽ വലിയ സാധനം ഒന്നുമില്ല, ഒരു കൊമ്പ്. ഈ കൊമ്പ് വളരെ ശക്തി ഉള്ളതാണ്. എണ്ണമറ്റ ശക്തികളുള്ള, വളരെ അമാനുഷിക ശക്തികളുള്ള ഒരു കൊമ്പ് കാക്കയുടെ കൂട്ടിൽ ഉണ്ടാകും. ആ കൊമ്പിന്റെ പേര് ഗരുഡ സഞ്ജീവനി. ഈ സഞ്ജീവനിയെ ആരെങ്കിലും കാക്കയുടെ കൂട്ടിൽ നിന്ന് ശേഖരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് കുറവുണ്ടാകില്ല. അവർ മാത്രമല്ല, അവരുടെ തലമുറകളും ഭാഗ്യശാലികളായി ജീവിക്കും. ഒറ്റരാത്രി കൊണ്ട് അവർ പണക്കാരാകും. ദാരിദ്ര്യം നിങ്ങളെ വിട്ട് സ്ഥിരമായി അകന്നുപോകും. ഗരുഡ സഞ്ജീവനി. പുല്ലിനെ എങ്ങനെ തിരിച്ചറിയാം? ആ പുല്ലിനെ കാക്കയുടെ കൂട്ടിൽ നിന്ന് എങ്ങനെ ശേഖരിക്കാം എന്നും നമുക്ക് നോക്കാം. ഗരുഡ സഞ്ജീവനി എവിടെയും ലഭ്യമല്ല. ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. കാക്കകൾക്ക് മാത്രമേ സഞ്ജീവനി പുല്ലിനെ തിരിച്ചറിയാൻ കഴിയൂ. കാക്കകൾ കൂട് കെട്ടുമ്പോൾ കുറഞ്ഞത് ഒരു ഗരുഡ സഞ്ജീവനി പുല്ലെങ്കിലും ശേഖരിച്ച് കൂട്ടിൽ വെക്കും. ഈ ഗരുഡ സഞ്ജീവനിയെ ശേഖരിക്കണമെങ്കിൽ ആദ്യം കാക്ക ഏത് മരത്തിലാണ് കൂട് കെട്ടുന്നത്, മുട്ടയിടുന്നത് എന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിച്ച് എപ്പോഴെങ്കിലും കാക്ക കൂട് വിട്ട് ഭക്ഷണം ശേഖരിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ
ചെന്നാൽ ആ കൂട് മരത്തിൽ നിന്ന് എടുക്കണം. അങ്ങനെ കൂട് എടുത്തുകൊണ്ട് ഒഴുകുന്ന നദിക്ക് അടുത്ത് പോകണം. നദിയില്ലെങ്കിൽ കനാൽ, ചെറിയ ഉപകനാലുകളിലേക്ക് പോലും പോകാം. തീർച്ചയായും ഒഴുകുന്ന വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പോയി ഒഴുകുന്ന വെള്ളത്തിൽ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഓരോ കൊമ്പും എടുത്ത് ഇടുക. അങ്ങനെ ഇടുമ്പോൾ സാധാരണ കൊമ്പുകൾ നദിയോടൊപ്പം ഒഴുകി പോകും. എന്നാൽ ഗരുഡ സഞ്ജീവനി കൊമ്പ് ഇടുമ്പോൾ ആ സഞ്ജീവനി കൊമ്പ് വെള്ളത്തിന് എതിരായി നീന്തും. വെള്ളത്തിന്റെ ഒഴുക്കിന് എതിർ ദിശയിൽ പോകും എന്ന അർത്ഥം. വെള്ളത്തിന്റെ ഒഴുക്ക് കിഴക്ക് ആ ദിശയിലാണെന്ന് കരുതുക. ആ സഞ്ജീവനി വടി പടിഞ്ഞാറ് ദിശയിൽ നീന്തി വരും. എപ്പോഴും സഞ്ജീവനി വടി ചുരുണ്ടിരിക്കും. ഇതേ അടയാളമാണ് സഞ്ജീവനി പുല്ല്. അത് വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകില്ല. നീരൊഴുക്കിന് എതിരായി നീന്തും. ഏത് പുല്ല് നീരൊഴുക്കിന് എതിരായി നീന്തുന്നുവോ ആ പുല്ലിനെ സഞ്ജീവനി പുല്ലെന്ന് തിരിച്ചറിഞ്ഞ് എടുക്കുക. ഈ സഞ്ജീവനി പുല്ല് പാമ്പിനെ പോലെ ഇഴഞ്ഞ് വെള്ളത്തിന് മുകളിലൂടെ ഇഴഞ്ഞു വരും. വളരെ വേഗത്തിൽ നീരൊഴുക്കിന് എതിർദിശയിൽ നീന്തും. ഈ പുല്ലിനെ കാണുമ്പോൾ നാഗപ്പാമ്പ് എതിർദിശയിൽ ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നും. അങ്ങനെ തലകീഴായി വരുന്ന പുല്ലിനെ കണ്ടാൽ ഭയമാകും. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ പുല്ലിനെ ഉടൻ തന്നെ എടുത്ത് നിങ്ങളുടെ കൈകളിൽ വെക്കുക. വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടൻ ആ പുല്ല് സാധാരണ പുല്ല് പോലെ തോന്നും. അങ്ങനെ സഞ്ജീവനി പുല്ലിനെ ശേഖരിച്ച് ഉടൻ വീട്ടിലേക്ക് കൊണ്ടുപോയി പുല്ലിന് ധൂപം കാണിച്ച് ശനീശ്വര ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക. ഒന്നും വരുന്നില്ലെങ്കിൽ ശം ശനൈശ്വരായ നമഃ എന്ന് മനസ്സിൽ വിചാരിച്ച് ആ പുല്ല് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക. ആ പുല്ല് നിങ്ങൾ അധികം ഇളക്കരുത്. ആ പുല്ല് നിങ്ങളുടെ തലമുറക്കാർ പൂജാമുറിയിൽ വെക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. പുല്ല് എപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുവോ അന്നു മുതൽ നിങ്ങൾക്ക് പണത്തിന് കുറവ് വരില്ല. ആ പുല്ല് എത്ര തലമുറകൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നുവോ അത്രയും തലമുറകൾ ഐശ്വര്യത്തിന് കുറവ് വരില്ല. സഞ്ജീവനി പുല്ല് വളരെ വിചിത്രമായിരിക്കും. മന്ത്രവിദ്യ ചെയ്യുന്നവരും ഈ പുല്ല് തങ്ങളുടെ അടുത്ത് വെക്കും. എന്നാൽ അവർ ഈ പുല്ല് ഐശ്വര്യത്തിനായി ഉപയോഗിക്കില്ല. കേവലം മന്ത്രവിദ്യയ്ക്ക് വേണ്ടി മാത്രം വെള്ളത്തിൽ ഇട്ട് കാണിക്കും. അതിനാൽ എല്ലാവരും കാക്കക്കൂട്ടിൽ ഈ സഞ്ജീവനി പുല്ല് ശേഖരിച്ച് സകല ഐശ്വര്യങ്ങളും നേടാം. കാക്കക്കൂട്ടിൽ നിന്ന് മറ്റൊരു കല്ലും ശേഖരിക്കാം. ഈ കല്ല് കാക്കകൾക്ക് മാത്രമേ സമ്പാദിക്കാൻ കഴിയൂ. കാക്കകൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കല്ല് ശേഖരിക്കുന്നത്. മറ്റു പക്ഷികൾക്ക് ഈ കല്ല് തിരിച്ചറിയാൻ കഴിയില്ല. ആ കല്ലിന്റെ പേരെന്തെന്നാൽ പരാശര കല്ല്. കാക്കക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ അതിന് ജീവിക്കാൻ ഒരു സാഹചര്യം വരണം. അതുകൊണ്ട് കാക്ക മുട്ടയിട്ട ശേഷം പുറത്തു പോകുമ്പോൾ കൂട്ടിലുള്ള മുട്ടകൾ എടുത്ത് ആ മുട്ടകൾ വെള്ളത്തിൽ വേവിക്കുക. ആ മുട്ടകൾ തണുപ്പിച്ച് വീണ്ടും അതേ കൂട്ടിൽ വെക്കുക. ഇങ്ങനെ മുട്ടകൾ വെന്താൽ ആ മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയില്ല. കാക്ക എത്ര അടയിരുന്നാലും കുഞ്ഞുങ്ങൾ വരില്ല. അപ്പോൾ കാക്ക മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയാനും കുഞ്ഞുങ്ങളെ രക്ഷിക്കാനും കാക്ക പരാശര കല്ല് ശേഖരിച്ച് കൂട്ടിൽ വെക്കും. അങ്ങനെ കല്ല് വെച്ച ഉടൻ കൂട്ടിനുള്ളിൽ ജീവൻ വരും. മുട്ടകൾ കുഞ്ഞുങ്ങളായി വിരിയും. ഈ പരാശര കല്ല് തൊട്ട് കൂട്ടിൽ വെച്ചിരിക്കും. കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ കാക്ക ആ കൂട് ഉപേക്ഷിക്കും. അപ്പോൾ പരാശര കല്ല് കൂട്ടിൽ അതുപോലെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിൽ നിന്ന് പരാശര കല്ല് എടുക്കാം. ഈ കല്ല് വളരെ മഹത്തരമാണ്, ശക്തിയുള്ളതാണ്. ഈ കല്ല് ഇരുമ്പിൽ തൊട്ടാൽ ആ ഇരുമ്പ് സ്വർണമായി മാറും. ലോഹത്തിൽ മാറ്റങ്ങൾ വരും. ഈ പരാശര ആനയെ വീട്ടിൽ സൂക്ഷിക്കുന്നവർ പണക്കാരായി മാറുമെന്ന് പുസ്തകങ്ങളിലും പറയുന്നു. കാക്കയുടെ കൂട്ടിലേക്ക് അടുത്താൽ കാക്ക ആക്രമിക്കുമെന്നതിനാൽ കാക്കയില്ലാത്ത സമയത്ത് മാത്രം മുട്ടകൾ മോഷ്ടിച്ച് ജീവൻ എടുക്കുക. അപ്പോൾ കാക്ക തീർച്ചയായും പരാശര ആനയെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന കല്ല് ശേഖരിക്കുക. സഞ്ജീവനി പുല്ല് കൂടുണ്ടാക്കുമ്പോൾ കൊണ്ടുവരുമെന്നതിനാൽ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ ശേഖരിച്ച് നിങ്ങളും പണക്കാരാകുക.
നിങ്ങളുടെ വീടിനടുത്ത് കാക്ക വന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ ഉടൻ ഇങ്ങനെ ചെയ്യുക. പണം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങും. പ്രശ്നങ്ങളെല്ലാം നീങ്ങി രാജയോഗം ലഭിക്കുമെന്ന് മുതിർന്നവർ പറയുന്നു. കാക്കകൾക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ഭൂമിയിലുള്ള പല ജീവികളിൽ പക്ഷികളും ഒന്നാണ്. നമ്മൾ ഓരോ ദിവസവും പലതരം പക്ഷികളെ കാണുകയും അവയുടെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് മറ്റ് പക്ഷികളെക്കാൾ കാക്കയ്ക്കും അതിന്റെ ശബ്ദത്തിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ വൈകുന്നേരം വരെ കാക്കകളെ കാണുന്നു. കാക്ക നമ്മുടെ പൂർവികരുടെ പ്രതിനിധിയാണെന്ന് ഹിന്ദുമതങ്ങൾ പറയുന്നു. ആചാരങ്ങളുടെ ഭാഗമായി കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നു. ആ ഭക്ഷണം കാക്ക കഴിച്ചാൽ തങ്ങളുടെ പൂർവികർ സംതൃപ്തരായെന്നും കാക്ക തൊട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം അവർക്ക് അതൃപ്തിയുണ്ടെന്നും അവർ വിശ്വസിക്കും. ആ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റാൻ ശ്രമിക്കും. ഇതിന് പിന്നിൽ ചില പുരാണ കഥകളുമുണ്ട്. മുൻകാലങ്ങളിൽ രാവണനെ ഭയന്ന് കാക്കയുടെ രൂപമെടുത്ത യമൻ കാക്കകൾക്ക് വലിയ വരങ്ങൾ നൽകി. എല്ലാ ജീവികൾക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്നവൻ താനായതുകൊണ്ട് താൻ കാക്കയുടെ രൂപമെടുത്തതിനാൽ അന്നുമുതൽ കാക്കകൾക്ക് സാധാരണയായി ഒരു രോഗവും വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവ ദീർഘായുസ്സോടെ ഇരിക്കുമെന്ന് കാക്കകൾക്ക് വരവും നൽകി. നരകത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ബന്ധുക്കൾ മരിച്ചവർക്ക് സമർപ്പിക്കുന്ന പിണ്ടങ്ങൾ കാക്കകൾ കഴിച്ചാൽ മാത്രമേ നരകത്തിൽ ഉള്ളവർക്ക് തൃപ്തിയുണ്ടാകൂ എന്ന് യമൻ പറഞ്ഞു. യമൻ കാക്കകൾക്ക് ഈ വരങ്ങൾ നേരിട്ട് നൽകിയതുകൊണ്ടാണ് ഇന്നും പിതൃകർമ്മങ്ങളിൽ കാക്കകൾക്ക് പിണ്ടങ്ങൾ വെക്കാറുണ്ട്. കൂടാതെ പിതൃദേവതകൾ കാക്കകളുടെ രൂപത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് അവർ മരിച്ച തിഥികളിലും അമാവാസി ദിവസങ്ങളിലും അന്നം നൽകുന്നത് പതിവാണെന്നും ജ്യോതിഷം വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കാക്ക നിങ്ങളുടെ വീടിനടുത്ത് വന്ന് കരഞ്ഞാൽ ഉടൻ ഇത് ചെയ്യുക മതി. പണം നിങ്ങളെ തേടിയെത്തും. ധനലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം നീങ്ങുമെന്ന് മുതിർന്നവർ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് കാക്കയുടെ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യണം എന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. കാക്ക ഒരു മികച്ച പക്ഷിയാണ്, ബുദ്ധിമാനായ പക്ഷി. അതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങൾ കാക്കകൾക്ക് പല വരങ്ങളും നൽകിയിട്ടുള്ളത്. ഒരിക്കൽ ഒരു കാക്ക മനസ്സുവിഷമത്തോടെ സൂര്യനെക്കുറിച്ച് തപസ്സു ചെയ്യുന്നു. സൂര്യൻ പ്രത്യക്ഷപ്പെട്ട്, എന്തിനാണ് ഈ തപസ്, നിനക്കെന്താണ് വേണ്ടത് എന്ന് തനിച്ചായിരുന്നു കാക്കയോട് ചോദിക്കുന്നു. അതിന് കാക്ക, എന്താണ് സ്വാമി, ഞങ്ങളുടെ നിറവും ശബ്ദവും കണ്ട് എല്ലാവരും ഞങ്ങളെ വെറുക്കുന്നു. ലോകത്തിലെ അശുദ്ധമായ വസ്തുക്കൾ കഴിച്ച് ഞങ്ങൾ കാലം തള്ളി നീക്കുന്നു എന്ന് പറയുന്നു. ലോകത്തിലെ ഓരോ മൃഗങ്ങളും പക്ഷികളും ആരുടെയെങ്കിലും വാഹനമായി പ്രശസ്തി നേടുന്നു. അതുപോലെ ഞങ്ങളെയും അനുഗ്രഹിച്ച് അംഗീകാരം ലഭിക്കാൻ അനുഗ്രഹിക്കൂ സ്വാമി, അതാണ് എന്റെ ആഗ്രഹം എന്ന് കാക്ക പറയുന്നു. അപ്പോൾ സൂര്യൻ ആലോചിച്ച് പിതൃദേവതകൾക്ക് സമർപ്പിക്കുന്ന പിണ്ടം നീ അല്ലാതെ മറ്റു ഒരു പക്ഷികളും കഴിക്കില്ല. ആ പിണ്ടം നീ കഴിച്ചാൽ മാത്രമേ ആ ഭക്ഷണം പിതൃദേവതകളുടെ വിശപ്പ് മാറ്റൂ എന്ന് വരം നൽകുന്നു. മറ്റൊരു വരം എന്തെന്നാൽ, എന്റെ മകൻ ശനീശ്വരൻ അദ്ദേഹത്തിന് വാഹനമായിരിക്കാൻ ഒരു മൃഗങ്ങളും പക്ഷികളും മുന്നോട്ട് വന്നില്ല. നീ വാഹനമായിരിക്കുക, ഒരു പ്രശ്നവുമില്ല എന്ന് വരം നൽകുന്നു. അങ്ങനെ നീ അംഗീകാരം നേടുമെന്ന് സൂര്യൻ 2 വരങ്ങൾ നൽകുന്നു. അങ്ങനെ കാക്ക ശനീശ്വരന്റെ വാഹനമാകുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് കാക്ക ശനീശ്വരനോട് പ്രാർത്ഥിച്ച്, സ്വാമി, ഈ പിണ്ടം കഴിച്ച് പിതൃദേവതകളുടെ വിശപ്പ് മാറ്റുന്നതുകൊണ്ട് ശരിയായ ബഹുമാനം ലഭിക്കുന്നില്ല. ഒന്ന് മാത്രം പോരാ, എന്റെ കീർത്തിയും പ്രതിഷ്ഠയും ഇനിയും വർദ്ധിക്കാനായി വരങ്ങൾ നൽകുക സ്വാമി എന്ന് ചോദിക്കുന്നു. കാക്ക അപ്പോൾ ശനീശ്വരൻ ആലോചിച്ച്, നീ കഴിക്കുന്ന ഭക്ഷണം ദേവന്മാർക്ക് ഭക്ഷണമാകും എന്ന് വരം നൽകുന്നു. അപ്പോൾ മുതൽ കാക്കയ്ക്ക് ഭക്ഷണം വെച്ചാൽ അത്
ദേവന്മാർക്ക് ലഭിക്കും എന്ന വിശ്വാസം ഉണ്ടായി. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വെച്ച നിവേദ്യം കുറച്ച് കാക്കയ്ക്കും ഭക്ഷണമായി വെക്കുന്നത്. കാക്ക ആ നിവേദ്യം സ്വീകരിച്ചാൽ ദേവന്മാർക്ക് ലഭിച്ചതായി എല്ലാവരും കരുതും. അതുപോലെ വീട്ടിലും പലരും ദിവസവും കാക്കകൾക്ക് അന്നം നൽകും. ഇങ്ങനെ കാക്ക താൻ ആഗ്രഹിച്ച കീർത്തി നേടുന്നു. കാക്ക മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പൂർവികർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടിനടുത്ത് ഒരു കാക്ക വന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടുടമസ്ഥൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. അതിനാൽ കാക്ക വീട്ടിൽ വന്ന് കരയുന്നത് ഒരു നല്ല ശകുനമാണ്. എന്നാൽ പലരും കാക്ക വീട്ടിൽ വന്ന് കരഞ്ഞാൽ അതിനെ ഓടിച്ചുവിടും. പലർക്കും അറിയാത്ത ഒരു കാര്യമെന്തെന്നാൽ വീടിന് പുറത്ത് കാക്ക കരഞ്ഞാൽ ആ ശബ്ദത്തിന് വീട്ടിലുള്ള ദുശക്തികൾ ഓടിപ്പോകും. അതുകൊണ്ട് വീട്ടിൽ വന്ന് കാക്ക കരഞ്ഞാൽ അതിനെ ഓടിക്കരുത്. ഒരുപക്ഷേ കാക്ക നിങ്ങളുടെ വീട്ടിൽ വന്ന് തുടർച്ചയായി ഉച്ചത്തിൽ കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടുടമസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുമെന്നത് ഓർമ്മിക്കുക. എപ്പോഴെങ്കിലും കാക്ക നിങ്ങളുടെ വീട്ടിൽ വന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കരുതി ആ കാക്കയ്ക്ക് കുറച്ച് പഞ്ചസാര നൽകുക, ഭക്ഷണമായി നൽകുക. നിങ്ങളും കുറച്ച് പഞ്ചസാര വായിലിട്ട് വായ മധുരമുള്ളതാക്കുക. നിങ്ങൾക്ക് ഇനിയും താൽപ്പര്യമുണ്ടെങ്കിൽ കുറച്ച് അരി ധാന്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമോ ആ കാക്കയ്ക്ക് നൽകുക. ഇങ്ങനെ ചെയ്താൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. പണം നിങ്ങളെ തേടിയെത്തും. കഷ്ടപ്പാടുകളെല്ലാം മാറും. അതിനാൽ കാക്ക നിങ്ങളുടെ വീട്ടിൽ വന്ന് കരഞ്ഞാൽ എല്ലാവരും ഈ ചെറിയ കാര്യം ചെയ്ത് നല്ല ഫലങ്ങൾ നേടുക. എന്നിരുന്നാലും ചിലർ തങ്ങളുടെ സ്വപ്നങ്ങളിൽ കാക്കകളെ കാണാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പലരും ഭയപ്പെടുന്നു. ആദ്യം സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ സ്വപ്നം ഏത് അവസ്ഥയിൽ ഏത് സമയത്താണ് കണ്ടതെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. സ്വപ്നശാസ്ത്രമനുസരിച്ച് സ്വപ്നങ്ങളെ ഭാവി എന്ന് വിളിക്കുന്നു. നിങ്ങൾ സ്വപ്നത്തിൽ എന്ത് കണ്ടാലും അതിന് ഒരു അർത്ഥമുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. കാക്കകളെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ സ്വപ്നത്തിൽ കാക്ക എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഓർമ്മിക്കേണ്ടതാണ്. പലരും കാക്കയെ ഒരു അശുഭകരമായ പക്ഷിയായി കണക്കാക്കുന്നു. ഇത് പിതൃദേവനായ യമധർമ്മരാജനുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗരുഡ പുരാണത്തിലും ഇത് പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ സ്വപ്നത്തിൽ കാക്കയെ കണ്ടാൽ അത് അശുഭകരമായതിന്റെ സൂചനയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ സ്വപ്നത്തിൽ കാക്കയെ കാണുന്നത് എല്ലായ്പ്പോഴും ദൗർഭാഗ്യമോ അശുഭമോ അല്ല. ചില സമയങ്ങളിൽ കാക്കയെ കണ്ണിൽ കണ്ടാൽ നല്ലതും സംഭവിക്കും. സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അത് നല്ല സ്വപ്നമല്ല. സ്വപ്നത്തിൽ കാക്ക പറക്കുന്നത് പോലെ കണ്ടാൽ നിങ്ങൾ ഉടൻ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ പോകുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ഭാവിയിൽ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സമയവും പണവും രണ്ടും പാഴാകാം. സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അത് നിങ്ങളുടെ ജോലിയെയും ബാധിക്കാം. അതുകൊണ്ട് സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അല്പം ശ്രദ്ധിക്കുക. പണം മിതമായി ഉപയോഗിക്കുക. ആരോടും വഴക്കിടാതെ മുൻകൂട്ടി ശ്രദ്ധിക്കുക. സ്വപ്നത്തിൽ കാക്ക തലയിൽ ഇരിക്കുന്നത് പോലെ കണ്ടാൽ അതും അശുഭകരമായ സ്വപ്നമാണ്. ഇങ്ങനെ സ്വപ്നത്തിൽ കാക്ക തലയിൽ ഇരിക്കുന്നത് പോലെ തോന്നിയാൽ അത് ഭാവിയിൽ വരാനിരിക്കുന്ന മരണത്തിന്റെ അടയാളമാണ്. വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കാം. ഇങ്ങനെയുള്ള അശുഭകരമായ സ്വപ്നം വന്നാൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം. നിങ്ങൾ ഒരു കാക്കയെ പിടിച്ചതുപോലെ സ്വപ്നം കണ്ടാൽ അത് നിങ്ങൾക്ക് ഒരു നല്ല ശകുനമാണ്. സ്വപ്നത്തിൽ ഒരു
കാക്കയെ പിടിച്ചതുപോലെ തോന്നിയാൽ വേഗത്തിൽ നിങ്ങളുടെ കുടുംബ ആവശ്യങ്ങൾ പൂർത്തിയാകും. ചെയ്യപ്പെടും എന്ന് അർത്ഥം. പണലാഭം, വസ്തുലാഭം, സമ്പത്ത് ലഭിക്കും എന്ന് അർത്ഥം.